അപ്പൊ നമുക്ക് ലുലു മാൾ വരെ ഒന്ന് പോയാലോ? ലുലു മാളിലേക്ക് പോകാനായിട്ട് ഞാൻ ഇട്ട ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? എപ്പിടി ഇരിക്കുന്നുണ്ട് ഔട്ട്ഫിറ്റ്? പിന്നെ നല്ല ഡ്രസ്സിലൊക്കെ ഇട്ടാൽ പിന്നെ എനിക്ക് കുറച്ച് പട്ടിഷോ ഒക്കെ കാണിക്കണം. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് എന്റെ കിളികളെ ഞാനൊന്ന് ആസ്വദിച്ച് നിന്നുപോയി. ഓരോ തവണ ഓരോരോ കിളികളെന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലേ. അത് കഴിഞ്ഞിട്ട് ബസ് പിടിച്ചു, ലുലു മാളെത്തി. എന്തോരം വെയിലായിരുന്നെന്നറിയാമോ? അത് കഴിഞ്ഞിട്ട് ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, ഒരു ഷോപ്പ്. ആ ഷോപ്പിൽ നിന്നിട്ട് ഈ കേക്ക് ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു. എങ്ങനെയുണ്ട് എന്ന് ഞാൻ കഴിക്കുന്നവരിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി പോകും. വളരെ നന്നായിരുന്നു. എനിക്കിതൊക്കെ കാണുമ്പോൾ ആക്രാൻ തോന്നും. എന്തെങ്കിലും മേടിച്ച് തിന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് രാത്രി കിടക്കാൻ വേണ്ടി ഉറക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് മാർജിൻ ഫ്രൈയിലോട്ട് കിടക്കുന്നു. പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എന്താ അത് കഴിഞ്ഞിട്ട് ഞാൻ കുനാഫയിലോട്ട് കടന്നു. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഞാൻ പാഴ്സൽ മേടിക്കുകയാണ് ചെയ്തത്. ഞാൻ വീട്ടിൽ വന്നിട്ട് കഴിക്കുകയാണ് ചെയ്തത്. സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ എക്സ്പ്രസ് കയറി ബില്ലടിച്ചു. ഇതായിരുന്നു ഞാൻ എടുത്ത സാധനങ്ങൾ. കുറെ കൊളുത്ത സാധനങ്ങൾ. വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ഒരു മലബാർ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നും പോലും ബാക്കി വെക്കാതെ എല്ലാം ഞാൻ തിന്നുന്നുണ്ട്. അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു 11 മണിക്ക് ഞാൻ ഞാൻ തിരിച്ചു പോയത് ഒരു 6-6:30 പോയത്. പിന്നെ സ്റ്റുഡിയോയിൽ കയറി. പിന്നെ എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. ഇതിലേത് ജീൻസ് ഞാൻ എടുക്കും. എനിക്ക് ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി ഇതിനെപ്പറ്റി. പിന്നെ മാക്സിന് നല്ല അടിപൊളി ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിലും ജീൻസ് ഇറക്കുന്ന സമയം കേട്ടോ. അടിപൊളി ഓഫേഴ്സ് ആയിരുന്നു. 199, 299, 499 ഇതിനൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും താഴെ വന്ന് ഞാനൊന്ന് ഇരുന്നു. ഇപ്പോഴെങ്കിലും ഒന്ന് ഇരിക്കണ്ടേ. അങ്ങനെ ഞാൻ ഇരുന്ന് കുറച്ചേറെ റെസ്റ്റ് എടുത്ത്. ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഊബർ വിളിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഈ കണിയാപുരത്തും മംഗലാപുരത്തെയും ബ്ലോക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് ബെഡായി.